ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 25 മുതലുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത്. ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ ദിവസമാണ്. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന പരിണിത പ്രജ്ഞരായ പണ്ഡിതരായ ഈശോ സഭ സ്ഥാപകനാണ് ഈ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. ലോകചരിത്രത്തിൽ സഭയെ എക്കാലത്തെയും ഉയർന്ന തലത്തിലേക്ക് ഉയർത്തുവാനും വിദ്യാഭ്യാസ രംഗത്ത് വലിയ സേവനം സഭയ്ക്ക് നൽകാനും നേതൃത്വം നൽകുന്ന ഈശോ സഭ സ്ഥാപകനായ ഈ ധന്യവിശുദ്ധൻ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞവനാണ്. ജോലിയുടെ തിരക്കിനിടയിൽ, പ്രൗഢിയുടെ തിരക്കിനിടയിൽ പലതും ആയിത്തീരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചപ്പോഴും അദ്ദേഹത്തെ തിരുവചനം വായിച്ചപ്പോൾ അലട്ടിയ വലിയൊരു ചിന്ത, അത് അദ്ദേഹത്തിൻ്റെ കോളേജ് അധ്യാപകൻ എന്ന ജോലിയിൽ നിന്ന് വിട്ട് എളിയ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രിസ്തുവിന് സാക്ഷിയായിട്ട് ജീവിക്കുവാനും പിന്നീട് അങ്ങോട്ട് ക്രിസ്തു സാക്ഷിയായിട്ട് ജീവിക്കാൻ തയ്യാറായുള്ള അനേകം ചെറുപ്പക്കാരെ കൂട്ടി ഈശോസഭ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ധന്യമായ ഓർമ്മകൾ ഹൃദയത്തിൽ പേറിക്കൊണ്ട് വേണം ഈ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്ന ഈശോയുടെ വചനമാണ് അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം എന്ന ചിന്ത അദ്ദേഹത്തെ ഹൃദയത്തെ വല്ലാണ്ട് അലട്ടിയിരുന്നു. ഒരു ക്രിസ്തു ശിഷ്യന് വേണ്ടത് സ്വന്തം കുരിശുമെടുത്തുകൊണ്ടുള്ള അനുധാവനമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇഗ്നേഷ്യസ് ലയോള. ഈ ലോകത്തിൽ നാം വലുതെന്ന് കരുതുന്നത് എന്തും നേടിയാലും കുരിശെടുക്കാനും സഹന വഴികളിലൂടെ മുന്നോട്ട് പോകാനും തയ്യാറാകാത്ത ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകില്ല എന്ന് കൃത്യമായി സൂചിപ്പിക്കുകയാണ്. ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഈശോ 2 ഉദാഹരണങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒരു ഗോപുരം പണിയാൻ വേണ്ടി നീ പുറപ്പെടുമ്പോൾ അതിൻ്റെ പണി മുഴുവിക്കാൻ വേണ്ട വസ്തുവകകൾ നിൻ്റെ കയ്യിലില്ല എങ്കിൽ പാതി പണി പൂർത്തിയായ നിൻ്റെ ഗോപുരം കാണുമ്പോൾ അനേകർ നിന്നെ പരിഹസിക്കും, അപമാനിക്കും. അതുപോലെ തന്നെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നിന്നേക്കാൾ ശക്തരായ ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തെ നേരിടാൻ നീ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിൻ്റെ ശക്തിയെക്കുറിച്ച് നീ ബോധ്യപ്പെട്ടില്ല എങ്കിൽ പരാജിതരായി, അപമാനിതരായി, പിടിക്കപ്പെട്ട പ്രവാസികളായിട്ട് പോകേണ്ട ഗതികേട് വരുമ്പോൾ ഈശോ ഓർമ്മിപ്പിക്കുന്നത്, നിനക്ക് ഈ ശത്രുപക്ഷത്തെ എതിരിടാനുള്ള കരുത്തില്ലെങ്കിൽ അവനുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, ശത്രു സൈന്യത്തിനെതിരെ പോരാടാൻ, ശത്രുവിനെ കീഴടക്കാൻ ഏറ്റവും വലിയ ആയുധം കുരിശാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ആഡംബരവും പ്രൗഢിയും പ്രശസ്തിയും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഈ മനുഷ്യൻ എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരിക. അദ്ദേഹത്തിൻ്റെ ഈശോസഭാ സ്ഥാപനവും തുറന്നുള്ള ഈശോസഭ വൈദികരുടെ ശുശ്രൂഷകൾ സഭാരാമത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ക്രിസ്തു സഭയുടെ വികസന പാതയിൽ ഈശോസഭ നൽകിയ വലിയ സംഭാവനകളെ നമ്മൾ ഓർക്കുമ്പോൾ ഈ ധന്യവിശുദ്ധൻ്റെ
പ്രഘോഷണ ജീവിതത്തിലേക്ക് നയിച്ച ഈ ചിന്ത, ദൈവവിളി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചിന്ത നമുക്കും ബലമായിട്ട് തീരണം. സ്വന്തം കുരിശെടുക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനാകാൻ സാധിക്കില്ല. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ജീവിതത്തിൽ നമുക്ക് കാണിച്ചെന്ന മാതൃക, തൻ്റെ വേദനകളും കുരിശുകളുമൊക്കെ ചുമന്ന് അവൻ്റെ പിന്നാലെ പോകലാണ്. പ്രതിസന്ധികളുടെ മുമ്പിൽ തളർന്നു വീഴാതിരിക്കാൻ ക്രൂശിതൻ്റെ പക്ഷം ചേരാൻ തയ്യാറായി അദ്ദേഹം. നമുക്കും ദൈവരാജ്യം സ്വന്തമാക്കാൻ സഹന വഴികൾ, കുരിശിൻ്റെ വഴികൾ ഏറ്റെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം. ഈ ദിവസത്തിൻ്റെ പുണ്യമായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്താൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.